പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഞാൻ പ്രസൻറ്റ് ചെയ്തു. അക്കൗണ്ടൻറ്റ് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് എങ്ങനെ തിരുത്താം, അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് റെക്ടിഫിക്കേഷൻ, ദ എറേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 categories. തെറ്റ് തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എറേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 തരത്തിലുള്ള എറേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ, എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്, ആൻഡ് സെക്കൻഡ് വൺ, എറേഴ്സ് വിച്ച് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. ഇവിടെ അഫക്റ്റിംഗ് ദ ട്രയൽ ബാലൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് എമൗണ്ടുകളുടെ കോളം ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടുകളുടെ കോളം ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വലായി വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ എറർ നോട്ട് അഫക്റ്റഡ് ദ ട്രയൽ ബാലൻസ്. ഇനി 2 ടോട്ടലുകളും നമ്മൾ ഈക്വലായി വരുന്നില്ലെങ്കിൽ, ഇഫ് ദർ ഈസ് എ ഡിഫറൻസ്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തെറ്റ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കാറ്റഗറിയാക്കി ഈ തെറ്റുകളെ തരംതിരിക്കാൻ കഴിയും. ചില തെറ്റുകൾ സംഭവിച്ചാലും അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാറില്ല. മറ്റ് ചില തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ട്രയൽ ബാലൻസ് ടാലി ആവാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിൽ കുറച്ച് എക്സാമ്പിൾസുകൾ നമുക്ക് പരിശോധിക്കാം. ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത തെറ്റുകളുടെ പ്രത്യേകത, ദീസ് എറേഴ്സ് ആർ കമ്മിറ്റഡ് ഇൻ 2 or more accounts. Such errors are also known as two-sided errors. They can be rectified by recording a journal entry. ഇത്തരം തെറ്റുകളുടെ പ്രത്യേകത, അത് 2 അതിലധികമോ അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്യും. അത്തരം തെറ്റുകളാണ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാതെ പോകുന്നത്. ഇത്തരം തെറ്റുകളെ പറയുന്ന മറ്റൊരു പേരാണ് ടു-സൈഡഡ് എറേഴ്സ്. ഇത്തരത്തിലുള്ള എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ജേണൽ എൻട്രി എഴുതി നമുക്കത് ആ തെറ്റ് പരിഹരിക്കാനും കഴിയും. ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റായി ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വിട്ടുപോയി കഴിഞ്ഞാൽ അത് 2 അതിലധികമോ അക്കൗണ്ടുകൾ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിട്ടുപോയ ജേണൽ എൻട്രി എഴുതി തെറ്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്തരം തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് 2 അതിലധികമോ അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്യും. എന്നാൽ അത് ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണിക്കുകയും ഇല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടി വരുന്നത്, ദെൻ ഏതൊക്കെ സമയങ്ങളിലാണ് ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഡെബിറ്റ് ചെയ്യേണ്ടി വരുന്നത് 2 സാഹചര്യങ്ങളിലാണ്. ഒന്ന്, നേരത്തെ ഒരു ജേണൽ എൻട്രി എഴുതിയ സമയത്ത് ഒരു അക്കൗണ്ട് യഥാർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിനേക്കാളും കുറഞ്ഞുപോയി. അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിനെ നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, നേരത്തെ നമ്മളൊരു എൻട്രി എഴുതിയ സമയത്ത് ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട് യഥാർത്ഥത്തിൽ എഴുതേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിലും ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് ആ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ 2 സാഹചര്യങ്ങളിലാണ് ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കേണ്ടി വരുന്നത്. ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതും 2 സാഹചര്യങ്ങളിലാണ്. നേരത്തെ ഒരു ജേണൽ എൻട്രി എഴുതിയ സമയത്ത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ക്രെഡിറ്റ് എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ടാണ് ക്രെഡിറ്റ് കൊടുത്തതെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് ആ അക്കൗണ്ടിന് നമ്മൾ വീണ്ടും ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നേരത്തെ ഒരു ജേണൽ എൻട്രി എഴുതിയ സമയത്ത് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് ആ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. ഇനി ഒരു എക്സാമ്പിൾ പരിശോധിക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു സുനിൽ ₹10,000 വേർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. സുനിൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് സാധനങ്ങൾ ക്രെഡിറ്റിന് നമ്മൾ വിറ്റു, അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ദിസ് ഈസ് ആൻ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. ജേണൽ എൻട്രി എഴുതാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് നമ്മൾ ആ ജേണൽ എൻട്രി എഴുതുന്നതോടുകൂടി ആ എറർ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ കഴിയും. ജേണൽ എൻട്രി എഴുതേണ്ടത്
സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 10,000. ഒരു കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ ഏത് ജേണൽ എൻട്രി ആണോ നമ്മൾ വിട്ടുപോയിട്ടുള്ളത് ആ ജേണൽ എൻട്രി എഴുതി നമുക്ക് ആ തെറ്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ എക്സാമ്പിൾ, ക്രെഡിറ്റ് സെയിൽസ് ടു സുനിൽ ₹10,000 വേർ റെക്കോർഡഡ് ആസ് ₹1,000 ഇൻ ദ സെയിൽസ് ബുക്ക്. സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് 10,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയത് ₹1,000 എന്നാണ്. 1000 ആണ് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയത്. ദിസ് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. ഇവിടെ ഇവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽ 1,000 എന്നാണ്. യഥാർത്ഥത്തിൽ സെയിൽസ് 10,000 ആണെങ്കിലും ഇവർ എഴുതിയത് രേഖപ്പെടുത്തിയത് സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് 1,000 എന്നാണ്. ഇത് റോങ് എൻട്രിയാണ്. ഇനി എന്താണ് ഇതിൻ്റെ കറക്റ്റ് എൻട്രി? കറക്റ്റ് എൻട്രി സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് 10,000. അങ്ങനെയാണെങ്കിൽ ഇനി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? ഈ രണ്ട് ജേണൽ എൻട്രികളും തമ്മിൽ പരിശോധിച്ചാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി തയ്യാറാക്കേണ്ടത്. സുനിൽ അക്കൗണ്ട് 10,000 ഡെബിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഡെബിറ്റ് ചെയ്തത് 1000 ആണ്. എന്ന് പറഞ്ഞാൽ 9,000 കൂടി നമ്മൾ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 10,000 ആയിരുന്നു. ക്രെഡിറ്റ് ചെയ്തത് 1000 ആണ്. അതുകൊണ്ട് വീണ്ടും 9,000 സെയിൽസ് അക്കൗണ്ടിലും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് സുനിൽ അക്കൗണ്ടിനെ 9,000 ഡെബിറ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിനെ 9,000 ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു സുനിൽ ₹2,570 വേർ റെക്കോർഡഡ് ആസ് ₹2,750 ഇൻ ദ സെയിൽസ് ബുക്ക്. ദിസ് ഇസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. സുനിലിന് 2,570 രൂപയുടെ സാധനങ്ങൾ വിറ്റു. പക്ഷെ അത് രേഖപ്പെടുത്തി വെച്ചത് 2,750 ആണ്. യഥാർത്ഥത്തിൽ എഴുതേണ്ടതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എഴുതിയ ജേണൽ എൻട്രി നോക്കാം ആദ്യം. സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് 2,750. ഇത് റോങ് എൻട്രിയാണ്. ഇനി എന്താണ് കറക്റ്റ് എൻട്രി? സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് 2,570. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. ഈ രണ്ട് ജേണൽ എൻട്രികൾ കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി കണ്ടെത്തേണ്ടത്. കറക്റ്റ് എൻട്രിയിൽ സുനിലിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 2,570. റോങ് എൻട്രിയിലും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. 180 രൂപയാണ് കൂടുതൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. 2,750 നിന്ന് 2,570 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ആണ്. അതുകൊണ്ട് സുനിൽ അക്കൗണ്ടിന് നമ്മൾ 180 രൂപ കൂടുതൽ ഡെബിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് സുനിലിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ₹180. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് 2,570 ആണ് ശരി. ഇവർ കൊടുത്തത് 2,750 ആണ്. അവിടെയും ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കൂടുതലായിപ്പോയി. ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് കൂടുതലായിപ്പോയാൽ ആ അക്കൗണ്ടിന് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യണം 180. റെക്ടിഫിക്കേഷൻ എൻട്രി നമുക്ക് നോക്കാം. സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, സുനിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം സെയിൽസ് അക്കൗണ്ടിനെ നേരത്തെ ക്രെഡിറ്റ് ചെയ്തത് കൂടുതലാണ്. ആ കൂടുതൽ എമൗണ്ട് ആണ് നമ്മളിവിടെ ഡെബിറ്റിൽ എഴുതി പരിഹരിച്ചത്. സുനിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം നേരത്തെ സുനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ ഡെബിറ്റ് ചെയ്തു. അങ്ങനെ കൂടുതൽ ഡെബിറ്റ് എത്രയാണോ ആ ഇഫക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുനിൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു സുനിൽ ₹10,000 വേർ കറക്റ്റ്ലി റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് ബുക്ക് ബട്ട് വാസ് പോസ്റ്റഡ് ടു ഷമീർസ് അക്കൗണ്ട്. ദിസ് ഇസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. 10,000 രൂപയുടെ സാധനങ്ങൾ സുനിലിന് വിറ്റു. ബട്ട് ഇറ്റ് ഈസ് പോസ്റ്റഡ് ടു ഷമീർസ് അക്കൗണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി ഷമീർ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ഷമീറിൻ്റെ അക്കൗണ്ടിലേക്കാണിത് പോസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഷമീറിൻ്റെ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് ചെയ്തത് സെയിൽസ് അക്കൗണ്ടിനെ. ഷമീർ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് 10,000. ഇത് റോങ് എൻട്രിയാണ്. കറക്റ്റ് എൻട്രി സുനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് എന്നാണ്. ഇനി റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. സുനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു.
പക്ഷേ സുനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് സുനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. 2 സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു, അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വേറൊരു എറർ വന്നിട്ടുള്ളത് ഷമീർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത് തെറ്റാണ്. ഷമീറിന് നമ്മൾ സാധനങ്ങളൊന്നും വിറ്റിട്ടില്ല. അതുകൊണ്ട് ഷമീർ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റും കൊടുക്കണം. റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുമ്പോൾ സുനിൽ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം, ഷമീർ അക്കൗണ്ടിന് ക്രെഡിറ്റും കൊടുക്കണം. അടുത്ത എക്സാമ്പിൾ, റെന്റ് പെയ്ഡ് ₹2,000 വാസ് റോങ്ലി ഷോൺ ആസ് പേയ്മെന്റ് ടു ലാൻഡ് ലോഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ്, പക്ഷെ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്സ് അക്കൗണ്ട്. ലാൻഡ് ലോഡിൻ്റെ അക്കൗണ്ടിലാണത് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ എഴുതിയ ജേണൽ എൻട്രി ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. റെൻ്റ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇത് റോങ് എൻട്രി ആണ്. കറക്റ്റ് എൻട്രി റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ റെൻ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, കാരണം നേരത്തെ റെൻ്റ് അക്കൗണ്ടിന് ഇവർ ഡെബിറ്റ് ചെയ്തിട്ടില്ല. ക്യാഷ് അക്കൗണ്ടിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, നേരത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. വേറൊരു തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ലാൻഡ് ലോഡ് അക്കൗണ്ടിലാണ്, അതിന് ഡെബിറ്റ് കൊടുത്തത് തെറ്റാണ്. അപ്പോൾ ഇത്രയും എമൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തത് കറക്റ്റ് ചെയ്യണം. റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ റെൻ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ലാൻഡ് ലോഡ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യണം. ഇവിടെ റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഡെബിറ്റ് കൊടുത്തു. ലാൻഡ് ലോഡ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ലാൻഡ് ലോഡ് അക്കൗണ്ടിനെ നേരത്തെ ആവശ്യമില്ലാതെ ഡെബിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ അതിന് ക്രെഡിറ്റ് കൊടുത്തത്. അടുത്ത എക്സാമ്പിൾ, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ടു മിസ്റ്റർ റഹീം ഫോർ ₹1,500 വാസ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. ഒരു പഴയ ഫർണിച്ചർ റഹീമിന് ക്രെഡിറ്റിന് കൊടുത്തു, പക്ഷെ അത് സെയിൽസ് ബുക്കിലാണ് എഴുതിയത്. ഫിക്സഡ് അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും അത് സെയിൽസ് അല്ല. അവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി റഹീം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഗുഡ്സ് വിറ്റാൽ മാത്രമേ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫർണിച്ചർ വിറ്റ് കഴിഞ്ഞാൽ ഫർണിച്ചറിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റോങ് എൻട്രിയാണ്. അപ്പോൾ കറക്റ്റ് എൻട്രി എഴുതേണ്ടത് റഹീം അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. റഹീം അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്, അതാണ് കറക്റ്റ് എൻട്രി. ഇനി നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാണ്. റഹീം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, റഹീം അക്കൗണ്ടിനെ തന്നെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടതും. അപ്പോൾ റഹീം അക്കൗണ്ടിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത് തെറ്റാണ്. ആ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഫർണിച്ചർ അക്കൗണ്ടിനെ അവർ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഫർണിച്ചർ അക്കൗണ്ടിന് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഈ തെറ്റിനെ തിരുത്താൻ കഴിയും. അടുത്ത എക്സാമ്പിൾ, എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ₹3,000 ഫ്രം സന്തോഷ് വാസ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. സന്തോഷ് എന്ന് പറയുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് 3000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. അത് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് പകരം സെയിൽസ് ബുക്കിലാണ് രേഖപ്പെടുത്തിയത്. സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി സന്തോഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. സെയിൽസ് ബുക്കിൽ സെയിൽസിൻ്റെ എൻട്രിയാണ് എഴുതാറുള്ളത്, അതുകൊണ്ട് സന്തോഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അത് തെറ്റാണ്. എഴുതേണ്ടത് പർച്ചേസ് ബുക്കിലായിരുന്നു. പർച്ചേസ് ബുക്കിൽ എഴുതുന്ന സമയത്ത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു സന്തോഷ് അക്കൗണ്ട് എന്നുള്ളതാണ് കറക്റ്റ് എൻട്രി. ഇനി നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി കണ്ടെത്താം. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ്. അതുകൊണ്ട് ഇനി നമ്മൾ എഴുതുന്ന റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ സെയിൽസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. പർച്ചേസ് അക്കൗണ്ടിന് അവർ ഡെബിറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി എഴുതുന്ന എൻട്രിയിൽ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം, സെയിൽസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. സന്തോഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷെ അവർ കൊടുത്തത് എന്താണ്, ഡെബിറ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയോ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ
അവിടെ വരുന്ന അതിൻ്റെ ഡിഫറൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ഇഫക്റ്റാണ്. അപ്പോൾ 3000 രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് 3000 രൂപ ഡെബിറ്റ് ചെയ്തു എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സന്തോഷ് അക്കൗണ്ടിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 6000 രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ഈ തെറ്റായി ഡെബിറ്റ് ചെയ്ത 3000 കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 3000ഉം ദെൻ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള 3000 എഴുതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3000, അങ്ങനെ ടോട്ടൽ എമൗണ്ട് 6000 രൂപ ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ സന്തോഷിൻ്റെ അക്കൗണ്ട് കറക്റ്റ് ആവുകയുള്ളൂ. അടുത്ത എക്സാമ്പിൾ, എ ക്രെഡിറ്റ് സെയിൽ ഓഫ് ₹7,000 ടു സൽമാൻ വാസ് റോങ്ലി എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. സൽമാൻ എന്ന് പറയുന്ന കസ്റ്റമർക്ക് 7000 രൂപയുടെ സാധനങ്ങൾ അത് ക്രെഡിറ്റിന് വിറ്റു. അത് യഥാർത്ഥത്തിൽ എഴുതേണ്ടത് സെയിൽസ് ബുക്കിലാണ്, പക്ഷെ അത് രേഖപ്പെടുത്തിയത് എവിടെയാണ്? പർച്ചേസ് ബുക്കിലാണ്. പർച്ചേസ് ബുക്കിലാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു സൽമാൻ അക്കൗണ്ട് എന്നാണ്. ഇത് റോങ് എൻട്രിയാണ്. ഇനി എന്താണ് കറക്റ്റ് എൻട്രി? സെയിൽസിൻ്റെ ജേണൽ എൻട്രി സൽമാൻ അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇനി റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു, അവർ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ സെയിൽസ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ദെൻ രണ്ടാമത്, പർച്ചേസ് അക്കൗണ്ടിനെ തെറ്റായി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്ത അത്രയും എമൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിരിക്കണം. മൂന്നാമത്തെ മിസ്റ്റേക്ക്, സൽമാൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം സൽമാൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇഫക്റ്റാണ് ഇവിടെയും വരുന്നത്. സൽമാൻ അക്കൗണ്ടിനെ 7000 ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം 7000 ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ എമൗണ്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ 14000 രൂപ സൽമാൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സൽമാൻ അക്കൗണ്ട് അറ്റർ 14,000 പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, കാരണം നേരത്തെ തെറ്റായി പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, കാരണം സെയിൽസ് അക്കൗണ്ടിനെ നേരത്തെ അവർ ക്രെഡിറ്റ് ചെയ്തിട്ട് ഇല്ല. അടുത്ത എക്സാമ്പിൾ, ₹12,000 പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് എ കമ്പ്യൂട്ടർ ഫോർ ദ പ്രൊപ്രൈറ്റർ ഈസ് ഡെബിറ്റഡ് ടു ഓഫീസ് എക്സ്പെൻസസ് അക്കൗണ്ട്. 12,000 രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങി. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഓഫീസ് യൂസ്, ഇറ്റ് ഈസ് ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ദ പ്രൊപ്രൈറ്റർ. പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറാണ് വാങ്ങിയിട്ടുള്ളത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡ്രോയിങ്സ്. ഇവിടെ ഇവർ എഴുതിയിട്ടുള്ളത് അതൊരു ഓഫീസ് എക്സ്പെൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ എഴുതിയ ജേണൽ എൻട്രി ഓഫീസ് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, അത് റോങ് എൻട്രിയാണ്. കറക്റ്റ് എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. കാരണം ഈ 12,000 രൂപ പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. കമ്പ്യൂട്ടർ അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്, ബിസിനസ് പർപ്പസിന് വേണ്ടി ഉള്ളതല്ല. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എൻട്രി. ഈ റെക്ടിഫിക്കേഷൻ എൻട്രി നോക്കാം. ഡ്രോയിങ്സ് അക്കൗണ്ടിനെ അവർ ഡെബിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. 2, ഓഫീസ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തത് തെറ്റാണ്, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ക്രെഡിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ തെറ്റ് തിരുത്തേണ്ടത്. അടുത്ത എക്സാമ്പിൾ, ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹2,000 വാസ് റോങ്ലി ഡെബിറ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട്. 2000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, പക്ഷെ അത് പർച്ചേസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അത് ഗുഡ്സ് പർച്ചേസ് ചെയ്തതുപോലെയാണ് ട്രീറ്റ് ചെയ്തത്. ഇവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, അത് റോങ് എൻട്രിയാണ്. കറക്റ്റ് എൻട്രി ഫിക്സഡ് അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഈ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതേണ്ടത് ഫർണിച്ചർ അക്കൗണ്ടിനെ നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടില്ല, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ടിനെ കാരണങ്ങളില്ലാതെ ഡെബിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാതെ തന്നെ നമ്മൾ പർച്ചേസിന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ്. ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കണം. ക്യാഷ് അക്കൗണ്ടിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് തന്നെയാണ് അവർ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ, ₹2,500 റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ബിജു വാസ് റോങ്ലി ക്രെഡിറ്റഡ് ടു മിസ്റ്റർ സിജു.
ബിജുവിൻ്റെ കയ്യിൽ നിന്ന് 2500 രൂപ റിസീവ് ചെയ്തു. പക്ഷെ അത് സിജുവിൻ്റെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തത്. ജേണൽ എൻട്രി അവർ എഴുതിയിട്ടുള്ളത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സിജു അക്കൗണ്ട് എന്നാണ്. അത് തെറ്റാണ്. ശരിയായിട്ടുള്ള എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബിജു എന്നാണ്. പിന്നെ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. സിജു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത് തെറ്റാണ്. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ സിജു അക്കൗണ്ടിനെ നമ്മളിപ്പോൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിജു അക്കൗണ്ടിന് ക്രെഡിറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബിജു അക്കൗണ്ടിന് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ക്രെഡിറ്റ് കൊടുത്ത് ആ തെറ്റും തിരുത്തപ്പെടും. ഇങ്ങനെയാണ് ഈ തെറ്റ് തിരുത്തേണ്ടത്. അടുത്ത എക്സാമ്പിൾ, എ ചെക്ക് ഫോർ ₹250 റിസീവ്ഡ് ഫ്രം മിസ്റ്റർ മുരളി വാസ് ഡിസോണേഡ് ആൻഡ് ഹാസ് ബീൻ പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. മുരളി എന്ന് പറയുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നേരത്തെ നമുക്ക് 250 രൂപയുടെ ചെക്ക് കിട്ടിയിരുന്നു. ആ ചെക്ക് ഡിസോണറായി. ഡിസോണറായ സമയത്ത് മുരളി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെയാണ് ഇവർ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവർ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. ഇത് റോങ് എൻട്രിയാണ്. അതിൻ്റെ കറക്റ്റ് എൻട്രി മുരളി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നത് മുരളി അക്കൗണ്ടിനെ അവർ നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മുരളി അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തത് തെറ്റാണ്. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും എമൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്തതിൽ തെറ്റൊന്നുമില്ല. കറക്റ്റ് എമൗണ്ട് അവർ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് തെറ്റ് പരിഹരിക്കേണ്ടത്.